ശബരിമല സ്വർണ്ണ മോഷണ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിൽ ദില്ലിയിലെ വീട്ടിൽ നടന്ന കൂടിക്കാഴ്ചയെപ്പറ്റിയുള്ള മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ വെട്ടിലായി കോൺഗ്രസ്. കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയവർക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് രമേശ് ചെന്നിത്തല. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും സോണിയയുടെ വസതിയിൽ കൊണ്ടുപോയത് താനല്ലെന്ന് പറഞ്ഞ UDF കൺവീനർ അടൂർ പ്രകാശ് ഇത് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ ക്ഷുഭിതനായി. രാജ്യത്തെ മുൻനിര കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അപ്പോയിൻമെൻറ്റ് ലഭിക്കൽ എളുപ്പമല്ല. സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിൻമെൻറ്റ് ലഭിക്കൽ, അങ്ങനെയുള്ള സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിൻമെൻറ്റ് എങ്ങനെ ഈ സ്വർണ്ണക്കേസിലെ പ്രതികൾക്ക് ലഭിച്ചു? സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇവരെയും വിളിച്ചു കൊണ്ടുപോകാൻ മാത്രം അടൂർ പ്രകാശിനും ആൻറ്റോ ആൻ്റണിക്കും എന്ത് തരം ബന്ധമാണ് ഇവരുമായിട്ടുള്ളത്? UDF ഭരണകാലത്തെ ശബരിമലയിൽ നടന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഈ പോറ്റിയും ഗോവർദ്ധനും എങ്ങനെയാണ് പ്രധാന പങ്കാളികളായത്? അതും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ജനങ്ങളോട് പറയേണ്ട കാര്യമാണ്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മറ്റു പ്രചരണം നടത്തുന്നതിന് വലിയ അർത്ഥമുണ്ടോ? സോണിയാഗാന്ധി അടുക്കൽ പാരയിൽ ഇപ്പം ഞാൻ ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ സോണിയാഗാന്ധിക്ക് അറിയാമോ ആരാണ്? കൊണ്ടുപോകുന്നവർക്ക് ഉത്തരവാദിത്തമുണ്ട് സ്വാഭാവികമായിട്ടും. പക്ഷെ അവർക്കും അറിയത്തില്ലായിരിക്കുമല്ലോ ഇതാരാണെന്ന്. ശബരിമല സ്വർണ്ണമോഷണ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയമനുവദിച്ചവർക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചതോടെ മറുപടി പറയാൻ UDF കൺവീനർ അടൂർ പ്രകാശും ആന്റോ ആന്റണി MPയും നിർബന്ധിതരായി. താനല്ല സമയമനുവദിച്ചതെന്നും അത് തനിക്കറിയില്ലെന്നുമാണ് അടൂർ പ്രകാശിന്റെ പ്രതികരണം. സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടി അദ്ദേഹം അപ്പോയിൻമെന്റ് നേടിയെടുത്തതിന് ശേഷം ഈ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി അവിടെ വരുന്ന ദിവസം MP എന്നുള്ള നിലയിൽ എന്നെ ബന്ധപ്പെട്ടിട്ട് ഞാൻ കൂടി ചെല്ലണം എന്ന് പറയുകയുണ്ടായി. ഞാൻ സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടി പോയി എന്നുള്ളത് സത്യാവസ്ഥയാണ്. അദ്ദേഹം എന്നെ കൂടി വന്ന് വിളിച്ചു, അദ്ദേഹത്തോടൊപ്പം പോയി എന്നുള്ളത് ശരിയാണ്. അതിൽ നിന്ന് ഞാൻ മാറുന്നില്ല. അദ്ദേഹത്തോടൊപ്പം ഞാൻ പോയി എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതെനിക്കറിയില്ല. അത് നിങ്ങൾ അന്വേഷിക്കുക. അതൊക്കെ നിങ്ങൾ അന്വേഷിക്കുക. അത് നിങ്ങളുടെ ജോലിയാണ്, എൻ്റെ ജോലിയല്ല. അതേസമയം KPCC അധ്യക്ഷന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അന്ന് അദ്ദേഹം ഒരു വിവാദത്തിന്റെ ആളായിരുന്നല്ലോ. നമ്മളിപ്പോൾ ഓരോരുത്തരെയും നമ്മൾക്ക് പരിചയപ്പെടുന്നത് അവരുടെ മുഴുവൻ ആൻറ്റിസിഡൻസും പരിശോധിച്ചിട്ടല്ല. ചിലപ്പം ചില ആളുകൾ പരിചയപ്പെടും, എല്ലാവരെയും പരിചയപ്പെടും. ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും പലരെയും പരിചയപ്പെടും. ഇതോടെ ആരാണ് സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയതെന്നാണ് ഇനി അറിയേണ്ടത്. ഇതിന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമായ മറുപടി നൽകിയേ മതിയാകൂ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.